ഹലോ സഞ്ജു. ഹാപ്പി വിഷു ചാച്ചു. ഹാപ്പി വിഷുടാ. നീ ഇവിടെ ഇല്ലാതെ ഞങ്ങൾ ആഘോഷിക്കുന്ന ആദ്യത്തെ വിഷുവായത്. സദ്യയൊക്കെ കലക്കി കാണുമല്ലേ? അവിടെ എന്തൊക്കെയാ സ്പെഷ്യൽ ആയിട്ടുള്ളത്? എല്ലാ കൊല്ലത്തെയും പോലെ നമ്മുടെ ഹോട്ടലിലെ ഷെഫിനെ വീട്ടിലേക്ക് വരുത്തി വേണ്ടതെല്ലാം ഇവിടെ വെച്ചുണ്ടാക്കി. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാലടയാ സ്പെഷ്യല്. അവിടുത്തെ വിഷുവൊക്കെ എങ്ങനെയുണ്ട് സഞ്ജു? ഓ, ഒന്നും പറയാനില്ല. മഞ്ജു അവിടെ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും അത് അടിപൊളിയാണെന്നും പറഞ്ഞു ഭയങ്കര പോഴത്തിലായിരുന്നു. എനിക്കത്ര നന്നായതുപോലെ തോന്നിയില്ല. സഞ്ജു, നിനക്ക് അവിടെ സുഖാണോ? എന്താ സഞ്ജു? ഈ വീട്ടിൽ ഞാൻ കയറിയിട്ട് ഇത്രയും ദിവസമായി. ഇതുവരെ എന്നോട് ഈ വീട്ടിൽ ഒരാൾ പോലും സുഖമാണെന്ന് ചോദിച്ചിട്ടില്ല. ഇവിടെ എന്റെ അവസ്ഥ എന്താണെന്ന് ഡാഡിയും ശാലിനിയൊക്കെ പറഞ്ഞ് കുറച്ചെങ്കിലും ചാച്ചു അറിഞ്ഞു കാണുമല്ലോ. അവര് കണ്ടത് ഒന്നുമല്ല. തുണി അലക്കൽ മാത്രമല്ല, അടിച്ചു വാരൽ മുതൽ പാത്രം കഴിയുന്നവരെ ഞാനാ. ഞാൻ കഴിച്ച പ്ലേറ്റ് പോലും കഴിയാത്ത ആളാണെന്ന് ചാച്ചുവിന് അറിയില്ലേ? ആ എന്നെയാ ഇവരിവിടെ ഇട്ട് പീഡിപ്പിക്കുന്നത്. കല്യാണത്തിന് ഈ വീടിന്റെ പടി ചവിട്ടി അന്ന് മുതൽ തുടങ്ങിയതാ ഈ പീഡനം. സഹിക്കുന്നതിനൊരു പരിധിയില്ല ചാച്ചു. ഭാനുമതിയമ്മ നീയുമായിട്ട് എങ്ങനെയാ? അയ്യോ, ആ തള്ളയുടെ പേര് പറയരുത്. നാടക ഇങ്ങനെ അമ്മായിമ്മ പോര് കാണിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടോ? ആ മഞ്ജു എങ്ങനെയാണാവോ അവർ ഇത്രയും കാലം സഹിച്ചു നിന്നത്? അവള് പ്രഗ്നന്റ് ആയതുകൊണ്ട് അവള് രക്ഷപ്പെട്ടു. ഇപ്പൊ മുഴുവൻ പോരും എന്റെ അടുത്താ കാണിക്കുന്നത്. ഗോപാലട്ടന്റെ മോനോട് ഇങ്ങനെ പെരുമാറാൻ ആ തള്ളക്ക് എവിടുന്ന ധൈര്യം കിട്ടിയത്? അവര് ഗിരിയുടെ അമ്മയല്ലേ, അതിനേക്കാൾ വലിയ ധൈര്യം വേണോ? സത്യം പറയാലോ, ഭൂമിയിൽ ഒരു നരകം ഉണ്ടെങ്കിൽ അത് ഈ വീടാ. നീ പേടിക്കണ്ട സഞ്ജു, ഞാൻ ഗോപാലട്ടനോട് ഇതിനെപ്പറ്റി സംസാരിക്കാം. നീ അതുവരെ കടുങ്കയൊന്നും ചെയ്ത് കളയല്ലേ. ശരി, ഞാൻ പിന്നെ വിളിക്കാം. സഞ്ജു, ഹലോ സഞ്ജു. ഫോണിൽ ആരായിരുന്നു? ചാച്ചു ആയിരുന്നോ? നിന്റെ വീടിനെ പറ്റി ഞാൻ പറഞ്ഞത് നന്നായി. സഞ്ജുവേട്ട സംസാരിക്കുന്നത് ഞാൻ കേട്ടോണ്ട് നിൽക്കുമായിരുന്നു. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. അക്കാരച്ചിലും കൂടി ആയപ്പോ കേൾക്കുന്നവര് ശരിക്കും സഞ്ജുവേട്ടൻ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുവാണെന്ന് വിശ്വസിക്കും. അപ്പോ ഇതൊക്കെ എന്റെ അഭിനയമാണെന്നാണോ ഇവള് വിചാരിച്ചത്? നന്നായി. സഞ്ജുവിന്റെ അഭിനയം വിശ്വസിച്ച് ചാച്ചു എന്തായാലും ഗോപാൽജിയോട് പരാതി പറയും. സഞ്ജുവേട്ടന് ഇത്രയൊക്കെ ദുരിതം ഇവിടെ അനുഭവിക്കുന്നുണ്ടെന്ന് കേട്ടാലേ ഉറപ്പായിട്ടും ഗോപാൽജി സഞ്ജുവേട്ടനെ തിരിച്ചു വിളിക്കും. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഇത്രയും അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്യാൻ നല്ല ബുദ്ധിയുള്ള ഒരാൾക്ക് കഴിയും. അതെന്റെ ഭർത്താവായതിലേ ഞാൻ അഭിമാനിക്കുന്നു. അതെ, ഞാനത് ഉദ്ദേശിച്ചത് തന്നെയാ കരഞ്ഞുകൊണ്ട് സംസാരിച്ചത്. കൂടുതൽ സിമ്പതി കിട്ടുമല്ലോ. അല്ലാതെ ഞാൻ കരയുമോ? ഒരിക്കലുമില്ല. ചാച്ചു എങ്ങനെയെങ്കിലും ഗോപാൽജിയുടെ മനസ്സ് മാറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ സഞ്ജേട്ടാ? നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ലല്ലോ.